ഹലോ എവരി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇപ്പോഴും ഞാൻ സ്റ്റിൽ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ. സ്വിറ്റ്സർലാൻഡിൽ ഇരുന്നിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോയുടെ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വിറ്റ്സർലാൻഡിൻ്റെ ചില നെഗറ്റീവ്സിനെ കുറിച്ച് ഞാൻ പറയാമെന്ന്. ഞാൻ സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരുപാട് പോസിറ്റീവ്സിനെ കുറിച്ച് ഇതിന് മുന്നേ സംസാരിച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ അടിപൊളിയാണെന്നും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എല്ലാം അങ്ങനെ തന്നെയാണ്, അടിപൊളിയാണ് ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ വരുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് പോണോണ്ട് പറയുന്നതല്ല കേട്ടോ. ഓൾറെഡി ഈ രാജ്യത്തെക്കുറിച്ച് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ബാക്കിയെല്ലാം കൊണ്ടും ഈ ഒരു രാജ്യഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്ന പോലെ തന്നെ സ്വർഗം തന്നെയാണ്. നെഗറ്റീവ്സ് ഞാൻ അതിൻ്റെ ഡിസെൻഡിങ് ഓർഡറിലാട്ടോ പറയുന്നത്. അതായത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ആദ്യം മുതൽ പറഞ്ഞു, വലിയ നെഗറ്റീവ്സ് ഒക്കെ ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ അതിലിപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിന്റായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് ആണ്. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്ന കാര്യം എനിക്കറിയാം, ഇവിടെ ജർമ്മനാണ്. ജർമ്മൻ ഇവിടെ 3 ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഓരോ റീജിയനിലും ഓരോ ലാംഗ്വേജ് ആണ്. ഒരു ലാംഗ്വേജ് പോലും പഠിച്ചു വന്നിട്ട് ഇവിടെ കാര്യമില്ല. നമ്മൾ ഒരു റീജിയനിലോട്ട് മാറി പോകുമ്പോൾ ആ റീജിയനിൽ വേറെ വേറെ ലാംഗ്വേജസ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഇവിടെ ജീവിച്ചു പോകുന്ന പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് കൺട്രിയാണ്, നിങ്ങൾക്കറിയാലോ. ടൂറിസം വളരെയധികം ഡെവലപ്പായിട്ടുള്ള, അല്ലെങ്കിൽ ടൂറിസം കൊണ്ട് മാത്രം ജീവിക്കുന്ന, അല്ലെങ്കിൽ ടൂറിസം വലിയൊരു റവന്യൂ മാർഗമായിട്ടുള്ള ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. ഇവിടുത്തെ മെയിൻ ഡെസ്റ്റിനേഷൻ, അതായത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻസിൻ്റെ ടിക്കറ്റ് നമ്മൾ റിസർവ് ചെയ്യുന്ന ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എയർപോർട്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കും, കുഴപ്പമില്ല. അവിടെയുള്ള ആളുകൾക്ക് കുറച്ച് ഇംഗ്ലീഷും കൂടി അറിയുന്ന ആളുകളായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ കുറച്ച് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സ്, നമുക്കിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ സൂപ്പർ മാർക്കറ്റ്സിൽ നമുക്ക് ആക്സസ് ചെയ്യേണ്ടി വരുമല്ലോ. ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ കൗണ്ടറിൽ ഇരിക്കുന്ന ആളുകൾക്ക് പോലും ചിലപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു, ഞാനൊക്കെ സ്ഥിരം പോകുന്ന ഒരു ഔട്ട്ലെറ്റാണ് കൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൂപ്പ്, മിഗ്രോസ്, ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന തൊട്ടടുത്ത് വരുന്ന സൂപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റ്സുകൾ. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കൗണ്ടറിലിരിക്കുന്ന ആളുകൾക്ക് പോലും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്ന ആളുകൾ ഇവിടെയുള്ള ആളുകളാണ് ഇരിക്കുന്നത് വെച്ചെങ്കിൽ അവർക്ക് അറിയാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ എവിടെയെങ്കിലുള്ള ആളുകളായിരിക്കും, അവർക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങനെ ഇംഗ്ലീഷ് അറിയണം നിർബന്ധം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മിനിമം ഇംഗ്ലീഷ് നോളജ് പോലും ഉള്ള ആളുകളായിരിക്കില്ല മിക്കവാറും അവിടെ ഇരിക്കുന്നുണ്ടാവുക. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ ഒരു കോഡ് നമ്മളിവിടെ പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ, സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെയാണ് നമ്മൾ വെയിറ്റും കാര്യങ്ങളൊക്കെ ഈ വെജിറ്റബിൾസിനൊക്കെ നമ്മൾ തന്നെയാണ് നോക്കാം. അപ്പോൾ നമ്മളെങ്ങാനും മറന്നു പോയിട്ട്, എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കഴിഞ്ഞ വട്ടം ഞാൻ ഇതുപോലെ മറന്നുപോയി, കോഡ് എൻ്റെ മുകളിൽ വെയിറ്റ് നോക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയി. സോ കൗണ്ടറിൽ എത്തിയപ്പോഴാണ് അതിൻ്റെ മുകളിൽ ബാർകോഡ് ഇല്ല എന്ന് പറഞ്ഞു. ഈ ബാർകോഡ് ഇല്ല എന്ന് അവർ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. അപ്പോൾ അവരോട് പറഞ്ഞു അത് അപ്പുറത്ത് അവിടെ ഒരു മെഷീൻ വയ്ക്കുക, കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ ഒരു മെഷീൻ, വലിയ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ പോയി അതിൻ്റെ കോഡ് അടിക്കാൻ പറഞ്ഞു. അപ്പോൾ കോഡ് എനിക്കറിയില്ല. കോഡ് നമ്മൾ എടുക്കുന്ന സ്ഥലത്ത് നമുക്ക് അറിയെങ്കിൽ അവിടെ അതിൻ്റെ കോഡ് ഉണ്ടായിരിക്കും. പക്ഷേ കൗണ്ടറിൽ വന്നപ്പോൾ ആ കോഡ് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, കോഡ് എനിക്ക് പറഞ്ഞു തരാണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. കോഡ് അവർക്ക് പറഞ്ഞു തരാൻ അവർക്കറിയില്ല, അവർക്ക് ഇംഗ്ലീഷിൽ പറയാനറിയില്ല. അവർ പറയുന്നത് ജർമ്മനിലാണ് പറയുന്നത്. ജർമ്മൻ എനിക്കറിയില്ല. ഇംഗ്ലീഷിൽ ഇപ്പോൾ ഒരു 243 അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്പർ പറഞ്ഞു തരാനുള്ള ഒരു ഇതുപോലും ഇംഗ്ലീഷിൽ പറഞ്ഞു തരാനുള്ള കാപ്പബിലിറ്റി അവർക്കില്ല. അവരെന്ത് വേണ്ടി ചെയ്തു, അവർ നീറ്റ് പോയിട്ട് അവരടിച്ചു തന്നു. മനസ്സിലായി? ആദ്യം എന്നോട് അവർ പറഞ്ഞു എന്നോട് അടിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കോഡൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ അതവർക്ക് മനസ്സിലായി. പക്ഷെ കോഡ് പറഞ്ഞു തരാൻ അവർക്ക് അറിയില്ല. അപ്പോൾ അവരെന്ത് വേണ്ടി ചെയ്തു, അവർ എഴുന്നേറ്റ് പോയിട്ട് അവർ തന്നെ അടിച്ചു തന്നു. അപ്പോൾ ഇങ്ങനത്തെ പല അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളൊരു അനുഭവം എനിക്ക് ഓർമ്മയിൽ വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ പല സമയത്തും പലർക്കും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് അറിയില്ല. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് മനസ്സിലാവില്ല. നമുക്ക് ജർമ്മൻ അറിയില്ല. നമ്മൾ മുഴുവൻ അവരെ കുറ്റം പറയില്ല. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ലാംഗ്വേജ് പഠിക്കണം എന്നാണ് പറയുക. പക്ഷെ എന്നിരുന്നാലും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയതുകൊണ്ട് കുറച്ചെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും അറിയണം. കുറച്ചെങ്കിലും അവർക്ക് അറിയുമെങ്കിൽ കുറച്ച് ഉപകാരമാണ്. പക്ഷെ പലർക്കും ഇവിടെ അത് അറിയില്ല. അറിയുന്നവരുണ്ട്, ഇല്ല എന്നല്ല. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പലവട്ടം. പിന്നെയുള്ള ഒരു പ്രശ്നമാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടുത്തെ നെറ്റ്വർക്കിൻ്റെ അവൈലബിലിറ്റി. ഇതൊരു വലിയ പ്രശ്നമൊന്നുമല്ല, പക്ഷെ എന്നിരുന്നാലും പൊതുവേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയും ജനസംഖ്യയുള്ള ഒരു നാടായിട്ട് പോലും നമ്മളവിടെ നെറ്റ്വർക്ക് ഇല്ലാത്ത ഏരിയാസ് വളരെ കുറവാണ്. പക്ഷെ ഇവിടെ പല സ്ഥലങ്ങളിലോട്ട് പോകുമ്പോഴും നെറ്റ്വർക്കിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. ഈവൻ ഇപ്പം ഞാൻ താമസിക്കുന്ന ഒരു ഉള്ള ഏരിയയിലൊന്നുമല്ല, അത്യാവശ്യം ടൗൺ ഏരിയയാണ്. ഇവിടെ തന്നെ ചില ഏരിയയിലോട്ട് പോകുമ്പോൾ ഭയങ്കരമായി നെറ്റ്വർക്ക് ഇല്ലാതെയാവും. അതുപോലെ തന്നെ നമ്മൾ ഷോപ്പുകളുടെ ഉള്ളിലോട്ട് കയറുമ്പോഴൊക്കെ നമുക്ക് നെറ്റ്വർക്കേ ഉണ്ടാവില്ല. ആ ഒരു സ്റ്റേജിലോട്ട് പോകുന്ന പല സമയങ്ങളും കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു ട്രാൻസ്ലേഷന് വേണ്ടി നമ്മളിപ്പോൾ ഗൂഗിൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നെറ്റ്വർക്ക് ഉണ്ടാവില്ല. പല ഷോപ്പിൻ്റെ ഉള്ളിൽ നെറ്റ്വർക്ക് ഉണ്ടാവില്ല.
ഇനിയിപ്പോൾ അവരെന്തെങ്കിലും ജാമർ വെച്ചിട്ട് നെറ്റ്വർക്ക് ബ്ലോക്ക് ചെയ്യുന്നതാണോ ചോദിച്ചാൽ അതും അറിയില്ല കേട്ടോ. അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല, എനിക്കറിയില്ല എക്സാക്ട്ലി. ഇവിടെ ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് പോകണമെന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ മോളുടെ സ്കൂളിൻ്റെ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അതൊന്നും അത്ര ഉള്ളേരിയൊന്നുമല്ല, അത്യാവശ്യം നല്ല സ്ഥലമാണ്. പക്ഷേ അവിടെ പല സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഫുൾ റേഞ്ച് ഉണ്ടാവില്ല. ഒരു 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 പോയിൻറ്റോ 2 പോയിൻ്റൊക്കെയാണ് നമുക്ക് റേഞ്ച് കാണിക്കുക. അപ്പോൾ അത് നെറ്റൊക്കെ കിട്ടാൻ ഡാറ്റ കിട്ടി യൂസ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ചില ഏരിയകളിലോട്ട് പോകുമ്പോൾ. അപ്പോൾ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ എന്തുകൊണ്ടാണ് നെറ്റ്വർക്കിന് ഇത്ര ബുദ്ധിമുട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ അത് ഞാൻ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. വൈഫൈ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അതൊക്കെ നല്ല സ്പീഡാണ്. പക്ഷേ എന്നിരുന്നാലും ഈ പറയുന്ന പോലെ മൊബൈൽ നെറ്റ്വർക്കിന് കുറച്ചൊരു ബുദ്ധിമുട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തതാണ് പേഴ്സണലായിട്ട്, ചിലപ്പോൾ മറ്റുള്ളവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല, എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. നാട്ടിൽ ഇതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് റേസിസമാണ്. റേസിസം നമുക്ക് ഡയറക്റ്റ്ലി അങ്ങനെ ഫീൽ ചെയ്യാറില്ല, പക്ഷെ എന്നിരുന്നാലും റേസിസം ഇവരുടെ ഉള്ളിലുണ്ട്. അതായത് ഇപ്പോൾ സ്കൂളിൽ മോളെ വിട്ടാലും കുട്ടികളുടെ ഉള്ളിൽ തന്നെ, കുട്ടികളുടെ ഇടയിൽ തന്നെ ചെറുതായിട്ട് ഒരു റേസിസത്തിൻ്റെ ഫീലൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം നമുക്കത് മനസ്സിലാവും. അതിൻ്റെ എക്സാക്ട്ലി എന്താ കാര്യങ്ങളൊന്നും പറയുന്നില്ല, എങ്കിലും ചെറുതായിട്ടുണ്ട്. മോൾക്കത് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യാറ്. മോള് ചെറുതായതുകൊണ്ട് അവൾക്കത് ഫീൽ ചെയ്യില്ല, പക്ഷെ അവളെ ഡെയിലി പിക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാനൊക്കെ പോകുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും. പിന്നെ സ്കൂളിൽ നിന്നുള്ള ചില സമയത്തുള്ള സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ റെസ്പോൺസും ചില സമയത്ത് നമുക്ക് ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഈ പറയുന്ന ആളുകൾ, ഇവിടെയുള്ള ആളുകൾ പൊതുവേ വന്നിരിക്കാറില്ല സീറ്റിൽ. അപ്പോൾ അത് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമുക്കതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം നമുക്ക് ഫ്രീ ആയിട്ട് സീറ്റിലിരിക്കാമല്ലോ. അപ്പോൾ അവർ വന്നിരുന്നില്ലെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം? പക്ഷേ എന്നാലും ആ ഒരു റേസിസം ഉണ്ട്. കുറച്ച് വിവരം വെച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ വരുമ്പോൾ കുറച്ച് ഫീൽ ചെയ്യും. അപ്പോൾ എൻ്റെ മോളെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കുട്ടിയായത് കൊണ്ട് അവൾക്കത് മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവൾക്കത് പ്രശ്നം. ചെറുപ്പം മുതലേ അത് ശീലിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പിന്നെ ലാംഗ്വേജ് കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരുമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം മാറ്റി നിർത്താൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ കളറിൻ്റെ പ്രശ്നമാണ് അവർക്ക് മെയിൻ പ്രശ്നം. കളർ അവർക്കൊരു ചെറിയ ബുദ്ധിമുട്ടുള്ളതാണ്, പ്രത്യേകിച്ച് ഇവിടുത്തെ ചെറിയ കുട്ടികൾക്ക്. കാരണം അവർക്കറിയില്ല, അവർ കണ്ട് ശീലിച്ചിട്ടില്ല. അവർ കാണുന്നതെല്ലാം വൈറ്റ് സ്കിന്നുള്ള ആളുകളെയാണ്. അപ്പം നമ്മളെപ്പോലെ കുറച്ച് ഡാർക്ക് സ്കിന്നുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് പൊതുവെ ഉണ്ട്. അപ്പോൾ അതൊരു കാര്യമാണ്. പിന്നെ വരുന്ന അടുത്ത ഒരു പ്രശ്നമാണ് സൗണ്ടിൻ്റെ ഒരു പ്രശ്നം. സൗണ്ടിൻ്റെ ഒരു അലർജി. അതായത് ഇവിടെയുള്ള ആളുകൾക്ക് ഭയങ്കരമായ ശബ്ദങ്ങൾ, വലിയ വലിയ കോലാഹലങ്ങളൊന്നും ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് കേൾക്കാൻ താല്പര്യമുള്ള ആളുകളല്ല. അവർക്ക് എപ്പോഴും ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വലിയ വലിയ വോയിസുകൾ ഇതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അത് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളിൽ താമസിക്കുമ്പോഴാണ്. നമ്മളെ വീട്ടിലിപ്പോൾ കുട്ടികളുണ്ടാകുമ്പോൾ കുട്ടികൾ ഉച്ചത്തിൽ സംസാരിക്കും, വാശി പിടിക്കും, കരയും. അതുപോലെ നമ്മൾ വീട്ടിൽ നടക്കുമ്പോൾ ഇപ്പോൾ 2-3 നിലയുള്ള ബിൽഡിങ്ങുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്നതിൻ്റെ മുകളിലും ആളുകളുണ്ടാവും, താഴെ ആളുകളുണ്ടാവും. ഈ താഴെയുള്ള ആളുകൾക്ക് മുകളിലുള്ള ആളുകൾ നടക്കുമ്പോൾ പൊതുവേ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലൊക്കെ നടക്കുമ്പോൾ ശബ്ദങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നടക്കുമ്പോൾ ഫ്ലോറിൽ ശബ്ദം ഉണ്ടാവും നമ്മളിങ്ങനെ നടക്കുമ്പോൾ താഴത്തേക്ക്. അതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ഉണ്ടാകും ശബ്ദം. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ആ ശബ്ദങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. അത്തരം ഇപ്പോൾ നമ്മൾ ഒന്ന് ഓടി വീടിൻ്റെ അകത്ത് ചെരുപ്പിടാണ്ടൊന്ന് ഓടിക്കഴിഞ്ഞാൽ താഴത്തേക്ക് ഇത്തിരി സൗണ്ട് കേൾക്കും. അത് പൊതുവെ എല്ലായിടത്തും ഉള്ളതാണ്, എല്ലാ നാട്ടിലും ഉണ്ട്. അത് എല്ലാ 2 നില ബിൽഡിങ്ങുകളാണെങ്കിൽ അല്ല 2-3 നില ബിൽഡിങ്ങുകളാണെങ്കിൽ തൊട്ട് താഴെയുള്ള ബിൽഡിങ്ങിലോട്ട് അല്ലെങ്കിൽ സൗണ്ട് കേൾക്കും. പക്ഷെ അത്തരം സൗണ്ടുകളൊന്നും ഇവിടെയുള്ള ആളുകൾക്ക് ഇഷ്ടമല്ല. അവരത് കംപ്ലൈൻ്റ് ആയിട്ട് റേസ് ചെയ്യും. അങ്ങനെ 1-2 വട്ടം റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. നമ്മളെപ്പോലെയുള്ള ആളുകൾ നമ്മൾ താമസിക്കുന്ന വീട് തന്നെ ഒഴിഞ്ഞു കൊടുക്കേണ്ട ഗതികേട് വരും. അപ്പോൾ നമ്മളിവിടെ നടക്കുമ്പോൾ പോലും നമ്മൾ മുയൽ നടക്കണ പോലെ ശബ്ദമില്ലാണ്ട് അല്ലെങ്കിൽ പൂച്ച നടക്കണ പോലെ ശബ്ദമില്ലാണ്ടൊക്കെ നടക്കേണ്ട ഒരവസ്ഥയാണ്. കാരണം നമ്മൾ ശബ്ദം ആ താഴത്തേക്ക് കേട്ട് കഴിഞ്ഞാൽ അത് നമുക്കൊക്കെ ഒരു വട്ടം കിട്ടിയതാണ്. താഴത്തുള്ള ആളുകൾ, ഈവൻ താഴത്തുള്ള ആളുകൾ, നമ്മുടെ താഴത്ത് താമസിക്കുന്ന ആളുകൾ ഇവിടുത്തെ സിറ്റിസൺസ് അല്ല. സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുള്ള ആളാണെന്ന് അറിയില്ല, പക്ഷേ ഏഷ്യൻ വംശജരാണ് അവർ. പേര് നമുക്ക് കാണാൻ പറ്റും. ഇവരെ നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ എന്നിരുന്നാലും ഏഷ്യൻ വംശജരാണ്. അവരുടെ നെയിം നമുക്ക് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അവർ വരെ നമുക്ക് ഒരു ലെറ്റർ അയച്ചു തന്നു, ഒരു ലെറ്റർ തന്നു, കംപ്ലൈൻറ്റ് തന്നു. ഇങ്ങനെ നടക്കുമ്പോൾ സൗണ്ട് താഴത്തേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് നടക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു വാർണിംഗ് ലെറ്ററാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളതിന് ശേഷം പിന്നെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. നമുക്കറിയായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ആദ്യത്തൊരു 6-7 മാസം നമ്മൾ നടന്നപ്പോൾ വിചാരിച്ചു താഴത്തുള്ളവർ, പ്രത്യേകിച്ച് ഇവിടെയുള്ള ആളുകളെല്ലാം ഏഷ്യൻ വംശജരായതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ വന്ന സമയത്ത് ഭയങ്കര കെയർഫുള്ളായിട്ട് നടന്നായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഒരു 3-4 മാസം മുന്നേ നമുക്കൊരു ലെറ്റർ കിട്ടി അവരുടെ ഭാഗത്ത് നിന്ന്, സൗണ്ട് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നടക്കുമ്പോൾ. അപ്പോൾ ഈ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതൊക്കെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുക?
നമ്മുടെ ഇവിടെ മോളേനൊക്കെ വളരെ റെസ്ട്രിക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞ പോലെ നടക്കുമ്പോൾ ഓടാണ്ട് ഇതിനൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ എന്നിട്ട് പോലും നമുക്കൊരു വാർണിംഗ് ലെറ്റർ കിട്ടി. ഇനി ആ വാർണിങ്ങിന് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് തന്നെ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. കാരണം ഇത് കംപ്ലയിൻറ്റ് ചെയ്യുക മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്താൽ നമ്മുടെ ഇപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണർക്കോ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായി നെഗറ്റീവായിട്ട് പതിയെ നമ്മളിവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ പൊതുവെ ഇവിടെ ഉണ്ട്. അത് പൊതുവേ ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് കുറവാണ് തോന്നുന്നു. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് ചൈനീസ് ആളുകളുടെയൊക്കെ ഒരു മേഖലയാണ്. ചൈനീസ് ഏഷ്യൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. കുറച്ചും കൂടിയും നമ്മൾ ഇവിടുത്തെ നേറ്റീവ് ആളുകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് താമസിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പുറത്ത് ശബ്ദം ഇടാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല. ടി വി പോലും ഉയരത്തിൽ വെക്കാൻ പറ്റില്ല. ടി വി പോലും ശബ്ദത്തിൽ വെക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റൂള്. ടി വി ശബ്ദത്തിൽ വെച്ച് കേട്ടാലും അതൊക്കെ പ്രശ്നമാണ്. ഇപ്പോൾ രാത്രി 10 മണിക്ക് ശേഷം പ്രത്യേകിച്ച് രാത്രി 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ ശബ്ദങ്ങളോ ബഹളങ്ങളോ ഒന്നും ഇവിടെ പാടില്ല. അങ്ങനത്തെ കാര്യമുണ്ട്. ഈവൻ ടോയ്ലറ്റിൽ ഫ്ലഷ് അടിക്കാൻ പോലും പാടില്ല എന്നാണ് ഇവിടുത്തെ നിയമം. അതുവരെ കംപ്ലൈൻറ്റ്, ആ ശബ്ദം പോലും കേൾക്കാൻ പാടില്ല. അത്രയും സൈലൻ്റ് ആയിരിക്കണം എന്നാണ് ഇവിടുത്തെ നിയമം. അപ്പോൾ അതുകൊണ്ട് നിയമവും അതിനനുകൂലമാണ്. എല്ലാ തരത്തിലുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് അനുകൂലമാണ്. അപ്പോൾ നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയാൽ നമ്മൾ തന്നെയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. നമുക്ക് തന്നെയാണ് പ്രശ്നം വരിക. പ്രത്യേകിച്ച് ഇവിടെയുള്ള ആളുകൾ നമുക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻസ്റ്റേ വരുള്ളൂ. ഇവിടുത്തെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണറുടെ അടുത്തൊരു കംപ്ലയിൻ്റ് ഒക്കെ പോയി കഴിഞ്ഞാലും അവരും അവരുടെ കൂടെ നിൽക്കുള്ളൂ, നമ്മുടെ കൂടെ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചും കൊണ്ടും ജീവിക്കണം, വളരെയധികം ശ്രദ്ധിച്ച് ജീവിക്കണം. ഇതിവിടെ മാത്രമല്ല, കുറേ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഈ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാനീ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും അതെ, ഒരുവിധം പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. പൊതുവേ യൂറോപ്പിലുള്ളതാണ്. ഞാനിപ്പോൾ സ്വിറ്റ്സർലാൻഡിലായതുകൊണ്ട് ഞാൻ ഇവിടുത്തെ കാര്യം പറയുന്നു. ഇവിടെ കുറച്ച് കൂടുതലാണെന്നും കേട്ടിട്ടുണ്ട് ഈ ഒരു പ്രശ്നം, ഈ സൗണ്ടിൻ്റെ പ്രശ്നം. കാരണം ഇവിടെ പൊതുവേ ഞാൻ പറഞ്ഞില്ലേ, കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ആളുകളാണ്. പൊതുവേ എല്ലായിടത്തും അവർ ആ ഒരു മെൻറ്റാലിറ്റിയാണ് അവർ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നാട്ടിൽ നിന്ന് നമ്മൾ ആ ഒരു കൾച്ചറിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് അതിലോട്ട് അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക്, അവർക്കത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് ആണ് എനിക്കിവിടെ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. 2 കാര്യങ്ങളാണ്, രണ്ടും കോറിലേറ്റഡ് ആണ്. ഞാൻ ഫസ്റ്റ് കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം നൈറ്റ് ലൈഫ്. നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല. രാത്രി വൈകിട്ട് പുറത്തിറങ്ങാം, ജോലി കഴിഞ്ഞ് വന്ന് പുറത്തേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചാൽ ഇവിടെ നടക്കില്ല. കാരണം പുറത്തിറങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. ഒരു സംഭവം ഉണ്ടാവില്ല, ഒറ്റ ഷോപ്പ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, മനുഷ്യന്മാരും ഉണ്ടാവില്ല പുറത്ത്, വണ്ടികളും കുറവായിരിക്കും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത്. ഇവിടെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അതിനു വേണ്ടി ആരും ഇങ്ങോട്ട് വരണ്ട. പ്രത്യേകിച്ച് എല്ലാ യൂറോപ്യൻ കൺട്രീസും ഇങ്ങനെ തന്നെയാണ്. പിന്നെ വല്ല ഭയങ്കരമായ ടൂറിസ്റ്റ് സിറ്റീസ് മാത്രമായിരിക്കും നൈറ്റ് ലൈഫൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇവിടെ യൂറോപ്പിൽ പൊതുവേ ഉള്ളത്. സ്വിറ്റ്സർലാൻഡിൽ പ്രത്യേകിച്ച് രാത്രി 8 മണിക്ക് ശേഷം ഭൂരിഭാഗം ഷോപ്പുകളും അടവാണ്. രാത്രി 11 മണിക്ക് ശേഷം കംപ്ലീറ്റ് ഷോപ്പുകൾ അടവാണ്. 11 മണി വരെ ഇവിടെ മാക്സിമം പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഇവിടുത്തെ ഗവൺമെൻറ് റൂളാണ്. 11 മണിക്ക് ശേഷം ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഈവൻ എയർപോർട്ടിൽ പോലും രാത്രി 11 മണിക്ക് ശേഷമുള്ള ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പച്ചവെള്ളം കിട്ടില്ല. പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചാലും നടക്കില്ല. എയർപോർട്ടിൻ്റെ ഉള്ളിൽ പോലും ഷോപ്പുകളില്ല. കംപ്ലീറ്റ് ഷോപ്പുകൾ ക്ലോസ് ചെയ്യും. അപ്പോൾ നൈറ്റ് ലൈഫിന് വേണ്ടി ആരും വരണ്ട. ഇവൻ നമുക്കൊരു എമർജൻസി വന്നിട്ട് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ പോലും ഒരു രക്ഷയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നൈറ്റ് നമുക്ക് എന്തെങ്കിലും ഞാനൊരു വട്ടം ഇതുപോലെ ഞങ്ങൾ പുറത്ത് ട്രിപ്പ് കഴിഞ്ഞ് വന്ന് രാത്രി 10:45 വന്ന് ഇറങ്ങിയിട്ട് പുറത്ത് കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. ലഗേജ് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് ലേറ്റായി. 11:30 മണിക്ക് ഇറങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചുള്ള പരിപാടിയിൽ വന്നിട്ട് എയർപോർട്ടിനകത്തുനിന്ന് പോലും ഒരു പച്ചവെള്ളം കിട്ടിയില്ല. അവസാനം വീട്ടിൽ വന്നിട്ട് വീട്ടിലുള്ള സംഭവങ്ങൾ എടുത്ത് കഴിച്ച് അന്ന് രാത്രി മുഴുവൻ കിടന്നുറങ്ങേണ്ടി വന്നു. അപ്പം അങ്ങനത്തെ അവസ്ഥയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി അടുത്ത പോയിന്റ് ഇതിനുമായി ബന്ധപ്പെട്ടതാണ് വീക്കെൻഡ് ലൈഫ്. വീക്കെൻഡിൽ, അതായത് സൺഡേ, സാറ്റർഡേ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, സാറ്റർഡേ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആണ്. സൺഡേസിൽ പുറത്തിറങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. രാത്രി എങ്ങനെ ബാക്കിയുള്ള ദിവസങ്ങൾ വരുന്നു അതുപോലെയാണ് സൺഡേ ഷോപ്പിംഗ് മാളുകൾ വരെ ക്ലോസ്ഡ് ആണ്. മാള് പോലും തുറക്കില്ല. സൺഡേ ഫ്ലുഗാഫൻ, അതായത് എയർപോർട്ടിൽ ഷോപ്പുകൾ ഉണ്ടാവും ഈ നോർമൽ ടൈമിൽ. ഈവൻ ഇവിടെ മെയിൻ സൂറിക് HB എന്ന് പറഞ്ഞ ബാൻഹോഫ് എന്ന് പറഞ്ഞ, അതായത് മെയിൻ സെൻട്രൽ സ്റ്റേഷൻ ഉണ്ട്, അവിടെ പോയാലും ഷോപ്പുകൾ ഉണ്ടാവും. അതല്ലാതെ നമ്മുടെ ലോക്കൽ ഷോപ്പുകളൊന്നും പുറത്തുനിന്ന് എന്തെങ്കിലും പകൽ പോലും ഒന്നും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഒരു വീക്ക് മുഴുവൻ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകൾ വീക്കെൻഡിൽ എന്തെങ്കിലും ഒന്ന് എൻജോയ്, അല്ലെങ്കിൽ എന്തെങ്കിലും എൻജോയ്മെൻറ്റിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാം. ട്രാവലിങ്ങിനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. ഷോപ്പുകൾ ഉണ്ടാവില്ല. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ കുറച്ച് ലോങ്ങൊക്കെ എവിടെ പോകുമ്പോൾ നമ്മുടെ നിയർ ബൈ ഷോപ്പുകളുടെ കാര്യം ഞാൻ പറയുന്നത്, അതൊന്നും കിട്ടില്ല, സാധനങ്ങളൊന്നും കിട്ടില്ല.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വീക്കെൻഡ്സും നൈറ്റ് ലൈഫും വരുന്നത്. ഇത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടുകൾ തോന്നിയ അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകൾ ഉണ്ടായിരിക്കും. എനിക്ക് തോന്നിയ നെഗറ്റിവിറ്റീസാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. ഇതിപ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ പ്രശ്നമായിട്ട് തോന്നിയില്ലായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ചിലപ്പോൾ ഇതിൻ്റെ എതിരെ അഭിപ്രായമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടായിരിക്കാം. അതിനൊക്കെ സ്വാഗതം ചെയ്യുന്നു. ആർക്കും എന്ത് വേണമെങ്കിലും നമുക്ക് കമൻറ്റിൽ വന്ന് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി ഇവിടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് ചെറിയ നെഗറ്റിവിറ്റീസ് മാത്രമാണ്. ഒരുപാട് പോസിറ്റിവിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. അതുകൊണ്ട് വരാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആരും വേണ്ടാന്ന് വെക്കില്ല, കാരണം അത്രയും നല്ല രാജ്യം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.